ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ട്രെയിലർ 1/8 വരുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇന്ന് ലൂസിഫർ ഇറങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ സാധനം കയറ്റിവിടുമെന്ന് ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ സാധനം ലീക്കായി പോകും അവിടുന്ന്. ഉറപ്പാണ്, 101% ഉറപ്പാണ് അവിടുന്ന് ലീക്കാവും. അതിനെക്കാട്ടും നല്ല അവര് തന്നെ ഇന്നലെ ഇട്ട് വിട്ടണേ. ഇപ്പൊ എന്തായി? ഇപ്പം ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇന്നത്തെ ചർച്ച മൊത്തം ലൂസിഫർ എംപുരാനാ. ലൂസിഫർ എന്ന സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ആ ഒരു സിനിമയിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് പോർട്രേറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന്. മറന്നുപോയവർക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം, ടൊവിനോയെയാണ് അതില് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് പോർട്രേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ എംപുരാൻ ഇന്നലെ രാത്രിയിൽ ട്രെയിലർ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു, 1/8. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ട്രെയിലർ റിയാക്ഷൻ ഒന്നുമല്ല ഈ ഒരു വീഡിയോ. നേരെ മറിച്ച് ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു എംപുരാന്റെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട്, ഈ ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യമാണ്, നമ്മുടെ ടൊവിനോ ആണ് ചിലപ്പോ വില്ലനായിട്ട് വരുന്നത് എന്നുള്ളത്. അത് ആൾക്കാര് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ പറഞ്ഞ ഡയലോഗ് തന്നെയാണ്. ലാലേട്ടൻ അതിനകത്ത് പറയുന്ന ഈ ഒരു ഡയലോഗ്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യർ അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ ലോകത്ത് ജാൻവി കഴിഞ്ഞാൽ, അതായത് സാനിയ ചെയ്യുന്ന നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിന്റെ മോളായിട്ടുള്ള ജാൻവി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്ത് എനിക്ക് വേറെ ഒരാള് മാത്രമേ ഉള്ളൂ, രക്തബന്ധത്തിൽ വേറെ ഒരാള് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഡയലോഗ് മഞ്ജു ചേച്ചി അവിടെ പറയുന്നുണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ ഒരു ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടർ ജതിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഒരു മോശം ക്യാരക്ടറായിട്ട് മാറി. അപ്പൊ അയാളെ ആർക്കും വേണ്ട. പിന്നെ ലാലേട്ടന്റെ ഈ ഒരു ഡയലോഗും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ തിങ്ക് ചെയ്ത് തുടങ്ങി, അതായത് ടൊവിനോ ആണ് വില്ലൻ എന്നൊരു സാധനമൊക്കെ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കണ്ടു. അപ്പൊ എന്റെ ഒരു സംശയം, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി പൊട്ടനല്ല, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പുള്ളി പൊട്ടനല്ല. പുള്ളി ഇങ്ങനൊരു ട്രെയിലർ ഇറക്കണമെങ്കിൽ പുള്ളി അതിനകത്ത് ഓരോ കാര്യങ്ങളും, നമ്മളെ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും ഒരു 10 തവണ പുള്ളി തിങ്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു സാധനം കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതാണ് പടത്തിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നൊരു സാധനം കാണിച്ചു തന്നുകൊണ്ട് ടൊവിനോ ആണ് വില്ലൻ എന്നുള്ള ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരിക്കലും അത് വെക്കത്തില്ല. അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന് ഉൾട്ടയായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ എല്ലാം തിങ്ക് ചെയ്യണം. കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ വിചാരിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ്. പുള്ളിയുടെ ഉദ്ദേശം നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് ആ പടം കാണാൻ പോകണം. മനസ്സിലായില്ലേ? ഈ ഒരു ഡയലോഗ് കേട്ടപ്പോ എല്ലാവരും, ഞാൻ തന്നെ ആദ്യമേ ഒന്ന് തിങ്ക് ചെയ്തു, ഓക്കെ അപ്പൊ ടൊവിനോ ആണ് ഇതിനകത്ത് സീൻ എന്ന് നമ്മൾ എല്ലാവരും തിങ്ക് ചെയ്യും. നമ്മൾ ഈ ഒരു ചിന്താഗതി വെച്ച് ചിലപ്പോൾ പടത്തിന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല അവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? പൃഥ്വിരാജിന്റെ ഒരു ബ്രില്യൻസ് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ട്രെയിലർ കണ്ട ഒരാൾ പോലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു കാണത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. എനിക്കെന്നാൽ ചില ഭാഗങ്ങൾ, ഇപ്പം നമ്മുടെ പൃഥ്വിരാജിനെ ലാസ്റ്റ് ഒക്കെ കാണിക്കുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. ടിയാൻ സിനിമ കണ്ടവർക്ക് അറിയാം. ടിയാൻ എന്ന് പറഞ്ഞൊരു പടത്തിനകത്ത് പൃഥ്വിരാജിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ആ ഒരു സാധനം പൃഥ്വിരാജിനെ ഇടയ്ക്ക് കാണിച്ചപ്പോ എനിക്ക് അതൊക്കെ തോന്നി കേട്ടോ. അങ്ങനത്തെ ഒരു ലുക്കും ആ ഒരു സാധനമൊക്കെ കിട്ടി. അപ്പം അതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും അല്ലടേ. എനിക്ക് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിനകത്ത് പ്രശ്നങ്ങളൊന്നും പറയാനില്ല. പക്ഷെ പൃഥ്വിരാജിന്റെ ബ്രില്യൻസ് ആണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇട്ട് തന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും മനസ്സിലായി. ഒന്നെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ ഡയറക്റ്റ് നമുക്ക് ഇട്ട് തന്നു. അപ്പം പൃഥ്വിരാജിന്റെ ഒരു ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് കുട്ടിയെ പിള്ളേർക്ക് ഇട്ട് കൊടുത്തു, ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനമാണ്, ഇങ്ങനെ ഒരു ഡയലോഗ് വരുമ്പം ടൊവിനോ ഇതിനകത്ത് വില്ലനാണ് എന്ന് ഞാൻ ഇട്ട് കൊടുക്കുമ്പം ചിലപ്പം ജനങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്ക് കൂടിയ ബ്രില്യൻസാ, അപ്പം ഇതിന്റെ ഉൾട്ടയായിരിക്കും നടക്കുന്നത് എന്നും പറഞ്ഞ് പടത്തിൽ കയറും. അപ്പൊ ചിലപ്പം എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ചിലപ്പോൾ ശരിക്കും ടൊവിനോ തന്നെ ആയിരിക്കും വില്ലൻ. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പൃഥ്വിരാജ് ആയതുകൊണ്ട് പുള്ളി എങ്ങനെ വേണമെങ്കിലും നമ്മളെ തിങ്ക് ചെയ്യിപ്പിച്ച്, ഇന്ന് സിനിമ കാണാൻ പോകുന്ന എല്ലാവരും ഒരു ട്രെയിലറൊക്കെ കണ്ട് ഒരു കാര്യം പിടി കിട്ടിയിട്ടായിരിക്കും പടത്തിന് കയറുന്നത് എന്നുള്ളൊരു സാധനം പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുള്ളി എങ്ങനെ വേണമെങ്കിലും തിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ട്രെയിലർ നമുക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പം പടത്തിന്റെ ട്രെയിലറിനെ പറ്റി ഞാൻ അത്രേ പറയുന്നുള്ളൂ. സാധനം മോനെ വേറെ ലെവല് കണ്ടതാണല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഞാൻ കണ്ടു. ഞാൻ ആ ന്യൂസ് ഇവിടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു പടത്തിന്റെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1:08 ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ പാതിരാത്രി തന്നെ ഇറക്കി. എനിക്ക് അതിനകത്തും പറയാനുള്ളത്, മോനെ പൃഥ്വിരാജിന്റെ ബ്രില്യൻസ് അത്രേ ഉള്ളൂ. ആ മനുഷ്യന്റെ തല പുള്ളി ഇപ്പതാ ഇന്ന് രാവിലെ ഒരു പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്ററിനോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി പറഞ്ഞിരിക്കുന്നത് presenting the L2 എംപുരാൻ ട്രെയിലർ, റിമെമ്പർ ഇറ്റ്സ് യു ഹു സമന്റ് ദ ഡെവിൾ അറ്റ് ദിസ് ഹവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. രാജുവേട്ടാ, നമ്മൾ കാരണമല്ല നിങ്ങൾ അത് ഇട്ടത്.
നിങ്ങൾക്ക് ആ സാധനം ഇടണമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇട്ടത് പറ. ഇനി അഥവാ ആരെങ്കിലും ഒക്കെ ഇത് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളല്ല ലീക്ക് ആക്കിയത്, ഓക്കെ, നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ തന്നെയാ. അപ്പം നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു ട്രെയിലർ ഇപ്പൊ റിലീസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ കാരണമല്ല, ഞങ്ങൾ നിങ്ങൾ പടത്തിന് ഒരു 2 ദിവസം മുന്നേ ട്രെയിലർ ഇട്ടാലും നമ്മൾ കാണും, നമ്മൾ ആഘോഷിക്കും അത്. അതുകൊണ്ട് ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയരുത് ഈ ഒരു കേസ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചിലപ്പോൾ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ആരും ചെയ്തു തന്നെ കാണത്തില്ല. ചേട്ടനൊക്കെ അറിഞ്ഞുകൊണ്ട് നേരത്തെ കുറച്ച് ഇട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1/8 ഇന്നത്തെ ദിവസം വരുമെന്ന് പറഞ്ഞു. അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾ ആ സാധനം ഇട്ടു. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് വേറൊരു കളിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുമ്പ് നിങ്ങൾ ഈ വാർത്ത ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം, ഒന്ന് കാണും, എന്നിട്ട് ഞാൻ ഇതിന്റെ വേറൊരു സാധനം പറഞ്ഞുതരാം. ഇന്ന് ഉച്ചയ്ക്ക് 1/8 ട്രെയിലർ റിലീസ് ചെയ്യാനിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ട്രെയിലർ ചോർന്നത്. പിന്നാലെ ട്രെയിലർ ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ തന്നെ പുറത്തിറക്കി. ട്രെയിലറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും സുഭാസ്കറിന്റെയും പേര് ഒഴിവാക്കിയിട്ടില്ല എന്നതാണ്. ഈ ആടുജീവിതത്തിന്റെ ട്രെയിലറും ഇതുപോലെ തന്നെ ചോർന്നതാണ്. പക്ഷെ അത് ആടുജീവിതത്തിന്റെ മുഴുവൻ ട്രെയിലറിന്റെ ഫുൾ ട്രെയിലറായിരുന്നു തോന്നുന്നത്. പക്ഷെ എംബ്രാനിലേക്ക് വരുമ്പോഴേക്കും ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നത്, റിലീസ് ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുന്നേ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല ഇത് എങ്ങനെയാണ് ചോർന്നതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുന്നതാണോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും വെറുതെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരുന്നവർക്കും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുന്നതാണ്. അപ്പൊ അതിന്റെ ഞെട്ടലിൽ രാത്രി 12:30 തന്നെ ഇത് കണ്ട് കയറിയ ആളുകളുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 1/8 ട്രെയിലർ പുറത്തു വരുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എത്തി. കാരണം അത് ലീക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ പലരിലേക്കും ആ ട്രെയിലറിന്റെ ഭാഗങ്ങൾ എത്തിയതോടുകൂടി തന്നെ ഔദ്യോഗികമായി അത് പുറത്തിറക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അണിയറ പ്രവർത്തകർ അത് പുറത്തേക്ക് വിടുകയായിരുന്നു. അല്ല, ഇങ്ങനെ ഇത് കറങ്ങി നടപ്പണമെന്നും പറഞ്ഞ ഉടനെ അങ്ങോട്ട് പുറത്തേക്ക് വിടേണ്ട കാര്യമുണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നില്ലല്ലോ. ഇപ്പൊ ആടുജീവിതത്തിന്റെ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ട്രെയിലർ കംപ്ലീറ്റ് ആയിട്ട്. എനിക്ക് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് പറയുക, കമന്റിൽ ഇടുക. വേറൊന്നുമല്ല, രാജുവേട്ടന്റെ പടത്തിന്റെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ എല്ലാം ലീക്കായി പോകുന്നത്. വേറെ പടത്തിന്റെ ഒന്നും അങ്ങനെ ലീക്ക് ആവാറില്ല ഈ ട്രെയിലറിന്റെ പാർട്സും ഒക്കെ. അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ഈ ന്യൂസിനകത്തൊന്നും കേട്ടപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു രീതിയിലും ഈ ഒരു ട്രെയിലറിനെ കളിയാക്കിയൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ. അങ്ങനെ ആരും ചിന്തിക്കല്ലേ. ട്രെയിലർ മോനെ ഇതിനെ വെല്ലാൻ ഹോളിവുഡ് ആ ഒരു മൂഡിലേക്കൊക്കെയാണ് രാജുവേട്ടൻ കൊണ്ട് എത്തിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, രാജുവേട്ടന്റെ ആ ഒരു ബ്രില്യൻസ്, ഇനിയിപ്പൊ എന്തൊക്കെയാണെങ്കിലും പുള്ളി ഉടായ്പ കളിച്ചാണെങ്കിൽ പോലും ഞാൻ കൈയടിക്കും, ഞാൻ വൃത്തിക്ക് കൈയടിക്കും. കാരണം ഞാൻ കൊടുക്കേണ്ട ഒരു സല്യൂട്ടർ അണ്ണന്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ കേൾക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നിപ്പം നമ്മുടെ ലൂസിഫർ റീ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ റീ റിലീസിന്റെ സമയത്ത് ഇതിന്റെ ഒരു ബ്രേക്കിലൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവൽ ടൈമില് എമ്പുരാന്റെ നമ്മുടെ ട്രെയിലർ ഇട്ട് വിടും. അതിനുശേഷം 1/8 പബ്ലിക്കായിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി യൂട്യൂബിൽ ഇടും എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ വേറൊരു മണ്ടത്തരമായി പോയനെ. കാരണം ഇപ്പോ രാജുവേട്ടൻ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിട്ടു. ഇതിപ്പം തിയേറ്ററിൽ ഇതിന്റെ ട്രെയിലർ ഇടയ്ക്ക് വന്നായിരുന്നെങ്കിൽ ചില ചേട്ടന്മാരെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ഫോൺ കൊണ്ട് എടുക്കും, ഫോട്ടോ എടുക്കാനും. ഇവന്മാർ ആ ട്രെയിലർ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് നേരെ കയറ്റി വിടും. അങ്ങനെയാണെങ്കിലും ഈ സാധനം ലീക്കായി പോകത്തില്ലേ? ഇത് മനസ്സിലാക്കി ഇന്നലെ രാത്രി ചിലപ്പം രാജുവേട്ടൻ തന്നെ പുറത്ത് വിട്ടോളം പറഞ്ഞതാണെങ്കിലോ? ഒന്ന് ആലോചിച്ചു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ. കാരണം ഇന്ന് ട്രെയിലർ 1/8 വരുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇന്ന് ലൂസിഫർ ഇറങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ സാധനം കയറ്റി വിടുമെന്ന് ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ സാധനം ലീക്കായി പോകും അവിടുന്ന്. ഉറപ്പാണ്, 101% ഉറപ്പാണ് അവിടുന്ന് ലീക്കാവും. അതിനെക്കാട്ടും നല്ല അവര് തന്നെ ഇന്നലെ ഇട്ട് വിട്ടണേ. ഇപ്പൊ എന്തായി? ഇപ്പം ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇന്നത്തെ ചർച്ച മൊത്തം ലൂസിഫർ എംപുരാന അല്ലെ, മെയിൻ സ്ട്രീം ചാനൽസിൽ വരെ. അത്രയും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. രാജുവേട്ടൻ പൊട്ടനല്ല, ഈസ് ടു ബ്രില്യന്റ് മാൻ. ബാക്കിയും കൂടി ഒന്ന് കാണും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അതിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ തന്നെ നിങ്ങളാണ് ചെകുത്താനെ ഈ മണിക്കൂറേക്ക് പുറത്തു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രോഷാകുലനായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ട്രെയിലറും ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് ഇപ്പോഴും അവർ ട്രെയിലറിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പലിശയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവർ മുടക്കിയ തുകയുടെ പലിശ സഹിതം തിരിച്ചു കിട്ടണം എന്നുള്ള ലൈക്ക പ്രൊഡക്ഷൻസിന്റെ വാദവും ഇപ്പോഴും നിർമ്മാണവുമായിട്ട് തർക്കത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് വേണം ഈ ട്രെയിലറിന്റെ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ. ഇപ്പോഴും അതൊരു ചർച്ചയിലേക്ക്, ഇത് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ രാജുവേട്ടൻ ഈ ട്രെയിലറിൽ നിന്ന് ലൈക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നാളെ അതൊരു പ്രശ്നമായി മാറത്തില്ലേ? അവിടെയും പുള്ളി ബുദ്ധി ഉപയോഗിച്ചു. അവിടെ കിടന്നോട്ടെ, ഒരു ട്രെയിലർ അല്ലേ, ലൈക്കയുടെ അവിടെ കിടന്നോട്ടെ. ഇനി നാളെ ഇത് കോംപ്രമൈസ് ആയാലോ,
അവര് കംപ്ലീറ്റ്ലി പിന്മാറി. അതുകൊണ്ടാണ് നമ്മുടെ ഗോകുല മൂവീസ് ഏറ്റെടുത്തത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിനായിട്ടും പൈസ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് ഇറക്കിയ കാശൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും കൂടുതൽ കോംപ്ലിക്കേഷൻ. വെറുതെ എന്തിനാ ട്രെയിലറിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയുന്നത്? പിന്നെ അവർക്ക് നാളെ ട്രെയിലറിൽ പോലും അവരെ കാണിച്ചില്ല എന്നും പറഞ്ഞ് അവർ നാളെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതും പണിയാവത്തില്ലേ? രാജുവേട്ടൻ അതൊക്കെ ചിന്തിച്ചു കാണൂടെ? ബാക്കി ഏറ്റവും ഒടുവിൽ ഈ സിനിമ ഏറ്റെടുത്ത ശ്രീ ഗോകുലം മൂവീസിന്റെ ചെയർമാനായ ഗോകുലം ഗോപാലൻ പോലും പറഞ്ഞിരുന്നത് ലൈക്ക പൂർണ്ണമായും ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ വാക്കുകൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പോലും ലൈക്കയുടെ പേര് ട്രെയിലറിൽ വരേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോഴും ലൈക്കയും സുഭാസ്കരനും ഈ ട്രെയിലറിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് പേജിലാണ് ഈ ട്രെയിലർ, മലയാളം ട്രെയിലർ പുറത്തു വന്നത്. ഏകദേശം 9 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 25 ലക്ഷത്തോളം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:08 തീരുമാനിച്ചിരുന്ന ട്രെയിലർ ഇനിയും അതിലേക്ക് എത്താൻ 3 മണിക്കൂറുണ്ട്. അതിന് മുമ്പ് തന്നെ 25 ലക്ഷം ആളുകൾ ഇത് കാണുമ്പോഴേക്കും വരാൻ പോകുന്നത്. മാത്രമല്ല ഇന്ന് ലൂസിഫറിന്റെ റീ റിലീസും കൂടിയാണ്. എമ്പുരാൻ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് മുന്നേ, ഒരാഴ്ചത്തേക്ക് മുന്നേ തന്നെ ലൂസിഫർ എന്ന തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഒരിക്കൽ കൂടി ഖുറേഷിയും സ്റ്റീഫൻ എബ്രഹാമിനെയൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ കഴിയാൻ വേണ്ടിയിട്ട് ഒരു അവസരം അവർ ഒരുക്കുന്നതും കൂടിയാണ്. അപ്പൊ ഇന്ന് ലൂസിഫർ റീ റിലീസും കൂടി എത്തുന്നുമുണ്ട്. അപ്പോൾ ആ ലൂസിഫർ റീ റിലീസിന്റെ ട്രെയിലർ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് വീണ്ടും ഈ എമ്പുരാന്റെ ട്രെയിലർ സ്ക്രീൻ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. ഇന്ന് ലൂസിഫർ റീ റിലീസ് ചെയ്യുമ്പോഴേക്കും 1:08 ട്രെയിലർ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിലുള്ള പ്രേക്ഷകർക്ക് ഇന്റർവെൽ സമയത്ത് എമ്പുരാൻ ആദ്യം വിറ്റ്നസ് ചെയ്യാമെന്നുള്ളതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ അതെല്ലാം തകിടം മറിയുന്ന രീതിയിലേക്കാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇത് ലീക്ക് ചെയ്യപ്പെടുകയും പിന്നാലെ ഇത് ഔദ്യോഗികമായി റിലീസ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. എടാ മക്കളെ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ട്രെയിലർ തിയേറ്ററിൽ 1:08 യൂട്യൂബിൽ വരും. അതിന് മുമ്പ് തിയേറ്ററിൽ ഇട്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 1:08 വരുന്നതിന് മുന്നേ കംപ്ലീറ്റ് ട്രെയിലറും വേറെ പല ചാനൽസിലൂടെ നമ്മൾ കണ്ടേനെ. പൃഥ്വിരാജ് പൊട്ടനല്ല മക്കളെ, പൃഥ്വിരാജ് പൊട്ടനല്ല. ഈസ് ടു ബ്രില്യന്റ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി പരിപാടിയൊക്കെ നടത്തി വിട്ടത്. 1:08 വരെ ഒന്നും നിർത്തിയില്ല. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയായിട്ടാ തോന്നുന്നത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ആൻഡ് ഒരു ക്ലാപ്പ് പടം ഇറങ്ങുന്നതിനെ മുന്നിട്ടുണ്ടല്ലോ, പുള്ളിക്കൊരു കയ്യടി കൊടുക്കണം. പുള്ളിയുടെ കാഞ്ഞ ബുദ്ധിക്ക്. പിന്നെ ഈ ട്രെയിലറിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ടൊബിനോയൊക്കെ അവിടെ പോർട്രേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉൾട്ടയടിക്കും, ചിലപ്പോൾ പുള്ളി കാണിച്ചു തന്നേക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ഒന്നും നമുക്ക് ലൈക്ക്, ഞാൻ ഇതിനു മുമ്പും പടത്തിന്റെ ഒക്കെ ട്രെയിലർ, അല്ലെങ്കിൽ ഞാൻ അധികം ട്രെയിലർ ചെയ്തിട്ടില്ലെന്ന് തോന്നല്ലേ പടം, പക്ഷെ 1-2 ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ എന്താ പടം കണ്ടതിന് ശേഷം. ഞാനപ്പോ നിങ്ങളോട് എല്ലാവരുമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ആരും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയാൽ മതി. ഈ പടത്തിന് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വേണം ഈ പടത്തിന് പോകാൻ. എന്തും സംഭവിക്കാം. നമ്മൾ വിചാരിച്ച് ഇങ്ങനെയായിരിക്കും കഥ എന്നൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സങ്കടവും വരും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം വരും. എന്തും നടന്നോട്ടെ, എക്സ്പെക്ട് ചെയ്യാതെ ഫ്രഷ് മൂഡോടെ നേരെ പോയി പടത്തിന് കയറിക്കോ. ഐമാക്സ് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഐമാക്സിൽ ടിക്കറ്റ് ഓപ്പണിംഗ് തുടങ്ങിയിട്ടില്ല നമ്മുടെ ഇവിടെ ഒന്നും. നമ്മുടെ ഇവിടെ കേരളത്തിൽ എന്റെ അറിവില് കൊച്ചിയിൽ സിനിപോളിസിൽ മാത്രമുള്ള ഐമാക്സ്, വേറെ എങ്ങും ഇല്ല. മുടിഞ്ഞിടിയായിരിക്കും. മാക്സിമം എല്ലാവരും ശ്രമിക്കുക ഐമാക്സിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ലുലുല് PVR ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഐമാക്സിലും കൂടി ഒന്ന് നോക്കും. ഐമാക്സിൽ കിട്ടിയാൽ ഐമാക്സിൽ തന്നെ ഫസ്റ്റ് ഡേ കാണും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ട്രെയിലർ കണ്ടതിന്റെ ഒരു അഭിപ്രായമൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.